ഗായ്സ്, അപ്പം ഇന്ന് ഞാനും അമ്മയാണ് പുറത്ത് പോകുന്നത്. ആര്യ ഈ വീഡിയോയിലേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ആര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അതിന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. പിന്നെ അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. അപ്പം എല്ലാം കൂടെ വാങ്ങിച്ച് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ്. അല്ലേ അമ്മ? ഇപ്പം അച്ഛനൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ നടന്നു തന്നെയാണ് പോകുന്നത്. കടയിലൊക്കെ ചെന്നിട്ട് കാണാം. സത്യം പറഞ്ഞാൽ ആര്യക്ക് ഈ ഒരു കാര്യം അറിയത്തേ ഇല്ല. നമ്മൾ പോകുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവൾക്ക് ശരിക്കും ഇഷ്ടമേ അല്ല ഇങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുക, സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക. അതൊന്നും നമുക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ല. പക്ഷെ ഇന്ന് നമുക്കറിയത്തില്ല അവൾക്ക് എങ്ങനെ ആയിരിക്കും ഇത്. അപ്പോൾ കൊടുത്തൊക്കെ നോക്കാം. നമ്മളിനി അവിടെ ചെറുതോ? അത് കുഴപ്പമില്ല, അത് മതി. ഒന്ന് മതി. ഇത് കൊള്ളാല്ലേ? മഞ്ഞ അതിന് മാച്ച് ആവും. അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ആര്യയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഏകദേശം ഇത്രയും സാധനങ്ങൾ വാങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവളുടെ ബർത്ത്ഡേക്ക് നമ്മളവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വക ഗിഫ്റ്റ്, പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും വക അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം. പിന്നെ വാങ്ങിച്ചത് ഇതാണ് ഒന്നാമത്തത്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, എൻ്റെ സ്വന്തം പോക്കറ്റ് മണി വെച്ച് വാങ്ങിച്ചതാണ്. അവൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ഇഷ്ടപ്പെടും. അവൾ ഇതുപോലെ ഒരു ബാഗ് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ആക്ച്വലി മെറ്റീരിയലാണ്. ഇതിനി അമ്മ തയ്ക്കും. അമ്മ അറിയാമല്ലോ, ഒരു സകലകല. അപ്പോൾ ഇത് അമ്മ തയ്ക്കും. ഇത് ലൈനിങ് ആണ്. ഇതാണ് നമ്മളൊരു ഫ്രോക്ക് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി ബാക്ക് സൈഡ്. ഇതാണ് ശരിക്കും ഫ്രണ്ടിൽ വരുന്നത്. അപ്പം ഇതാണ് നമ്മളായിരിക്കും എടുത്തിരിക്കുന്ന ഔട്ട്ഫിറ്റ്. തീം പോലെയാണ് എടുത്തിരിക്കുന്നത്, വൈറ്റും യെല്ലോയും. ഞാൻ ആക്ച്വലി വൈറ്റും ബ്ലാക്കും എന്നാണ് പറഞ്ഞത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അതിങ്ങനെ ആയിപ്പോയി. പിന്നെ ഇത് ബലൂണാണ്, ഒരു യെല്ലോ കളറും പിന്നെ ഒരു വൈറ്റ് കളറും. നമ്മൾ ഇയറിങ്സ് കമ്മലൊക്കെ മേടിച്ചില്ലായിരുന്നോടാ? ഇത് അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഇത് അതിന് ചേരുന്ന എന്തോന്നല്ലേ, ഫസ്റ്റ് സൈറ്റിൽ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഇടുമായിരിക്കും അല്ലേ അവളുടെ. അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, എന്നാലും ബർത്ത്ഡേയുടെ അന്ന് വേണമെങ്കിൽ ഇടും. ഇതും ഒരു കമ്മലാണ്. ഇത് ആക്ച്വലി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത്. ഇതുമായിട്ട് ഒരു മാച്ചും ഇല്ലെങ്കിലും കണ്ടപ്പോൾ പിന്നെ ഉപയോഗിക്കാമല്ലോ. അതെ, അവൾക്ക് ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു റിബണാണ്, നമ്മൾ ഡെക്കറേഷൻ ടൈമിൽ യൂസ് ചെയ്യും. പിന്നെ ഇത് രണ്ട് കുഞ്ഞ് കമ്മൽ സ്റ്റഡാണ് കേട്ടോ. ഒന്ന് ഡ്രസ്സിന് ചേരുന്നതും പിന്നെ അല്ലാതെ അപ്പം മൊത്തം 3 ഇയറിങ്സ് വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. ഇനിയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല.
കാരണം ആരും എല്ലായിടത്തും കറങ്ങി നടക്കുന്നതാണ്. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിലാണ് ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി കേക്ക് കാണണം, സാധനം വാങ്ങണം. എന്തായാലും ഇപ്പോൾ ഏകദേശം എനിക്ക് ഇന്ന് 7-ാം തീയതിയാണല്ലേ. അപ്പം ഇന്നെന്തായാലും അല്ല, ഇനി ഒരുപാട് ദിവസമുണ്ട്, സമയമുണ്ട്. 17-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ച് നമ്മൾ ഓരോരോ വീഡിയോ എടുക്കുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.